മോർണിംഗ്. ഇന്നത്തെ രാവിലെ തുടങ്ങി കേട്ടോ. അതെ, അയാളുടെ മാത്രം മടക്കി വെക്കുകയാണ് ആ സൈഡിലോട്ടുള്ളത്. എൻ്റെ സൈഡിലുള്ളത് ഞാൻ എണീച്ചില്ല, ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ കട്ടിലിൽ നിന്ന് എണീച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ തലയും വെച്ച് കിടന്നിട്ട് ഇപ്പം അമ്മയെ വിളിച്ച് സംസാരിച്ചു ഇത്ര നേരം. രാവിലെ 5:15 കണ്ടായതേ ഉള്ളൂ. പക്ഷെ നേരം വെളുത്തു പുറത്ത്. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി, ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്തു അപ്പോയിൻമെൻറ്റ്. ഒരു 11 പോവും. അപ്പം പോകുന്ന മുമ്പ് കഴിഞ്ഞ ആഴ്ച ഇട്ട കളറെല്ലാം പോവും. ഞാനൊരു തരം ബ്രില്യൻറ്റ് പേർപ്പിൾ ഒരു കൊൽതായിട്ട് വാടാമുല്ല കളറില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷൈനൊക്കെ ഇട്ടതൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ മനസ്സിലാകുന്നത് ഇന്നതൊക്കെ കഴുകി കളയും. എന്നിട്ട് എല്ലാം ഡെഡായിരിക്കുന്നു. ചെറുതാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ട്രിം ചെയ്യാനായിട്ട്. ട്രിം ചെയ്യുന്നതിനേക്കാളും മെയിൻ ഇത് റൂട്ട്സ് നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ട്. ഇപ്പം ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നു. സ്ട്രെയിറ്റ്, ഇങ്ങോട്ട് സ്ട്രെയിറ്റും അല്ല അങ്ങോട്ട് ചുരുളോ അല്ല. ആ ഒരു ഇത് ഇവിടെ നിന്ന് റൂട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് എന്ത് പറയാം, ഇവിടുന്ന് തുടങ്ങുന്നത് ലേറ്റായിട്ടല്ലേ ബാക്കിലേക്ക് എത്തുള്ളൂ. അപ്പം അതിൻ്റെ കുറേ സമയം നീണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് കുറേ ചുരുണ്ടിരിക്കും. ഇവിടെ ഉള്ളതൊക്കെ കുറേ ചുരുണ്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വല്ലാത്തൊരു മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് എൻ്റെ മുടി ശരിക്കും എന്താ പറയുന്നത്, ചകിരി ഇതില്ലേ, അതുപോലത്തെ ഒരു ഇതാണ്. കെരാറ്റിൻ ഒട്ടും ഇതില്ലാത്തത്, ആ സ്മൂത്തൻ എഫക്റ്റ് കിട്ടാത്തത്. അപ്പോൾ അത് അല്ലെങ്കിലും മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ നാട്ടിലുണ്ടാകുന്നപ്പോൾ ഞാൻ തുടക്കം മുതലേ ഞാൻ കെട്ടി വെക്കുന്ന ഒരു വ്യക്തിയാണ്. മുടിയെല്ലാം ഇവിടുന്ന് അങ്ങ് കുഞ്ഞിലെ മുതൽ അങ്ങനെ ശീലിച്ചതായി. എണ്ണ വെച്ചിട്ട് ഒതുക്കി വെക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ പോലെ പെർഫെക്റ്റ്ലി ഇംബാലൻസ്ഡ് ഹെയർ ആണ് എൻ്റെത്. ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സായിബാബ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ ഇത്ര നല്ല നീളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. അത് പിടിച്ച് നീട്ടിയിരുന്നെങ്കിൽ അന്ന് കുറേ വന്നു തന്നെ, നല്ല കട്ടിയുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. പേരിന് അവിടെ ഇവിടെയും കുറച്ചുണ്ട്, ഇല്ലാന്നല്ല, എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഒട്ടും എന്നെ ആരോഗ്യമുള്ള മുടിയല്ല. കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് പോയി കിടക്കുവാണ്. അപ്പം ഇന്ന് ഇതിന് പ്രോട്ടീൻ ചെയ്യണം. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. ബ്രസീലിയൻ സ്ട്രൈറ്റനിങ് പ്രോട്ടീൻ എടുക്കുന്നുണ്ട്. അപ്പം നോക്കാം. 5-6 മണിക്കൂർ പുറത്ത് പോയി സലൂണിൽ സ്പെൻഡ് ചെയ്തിട്ട് വരും. അപ്പം ഇതാണ് എൻ്റെ കണ്ടീഷൻ കേട്ടോ ഇന്നത്തേത്. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. ബാക്കൊക്കെ കണ്ടോ, എന്താ വൃത്തിയിടൊന്നും കണ്ടോ മുടിയുടെ. ഈ റൂട്ട്സൊക്കെ ഒന്ന് പോയിട്ട് ഇന്ന് സെറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു ചിലപ്പോൾ ഞാൻ ട്രിം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്രയും എലിവാല് മാത്രം കിടക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ബ്യൂട്ടി പാർലറിലേക്ക്, സലൂണിലേക്ക് തിരിക്കുവാണ്. ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ബ്രസീൽ പ്രോട്ടീൻ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നത്. 4-5 hours സ്പെൻഡ് ചെയ്യണം ആ പാർലറിൽ. എൻ്റെ വിഷമം എന്താ വെച്ചാൽ ഞാൻ ഇട്ട കളർ അത്രയും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ കുറേ കളർ ഹൈലൈറ്റ്സ് അവിടെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം അവർ കെമിക്കൽ വാഷൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് നോ, എല്ലാം പോവും. ഹൈലൈറ്റ്സ് കാണുമ്പോഴത്തേക്ക് നല്ല രസമാണ്. പക്ഷെ അത് നിൽക്കുവാണെങ്കിൽ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഈ ഹൈലൈറ്റ്സ് കൊണ്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡു വൺ മോർ ടൈം. നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ഒന്ന് സെറ്റിലായ ശേഷം പിന്നെ അല്ലെങ്കിൽ അടുത്ത മാസം എന്തെങ്കിലും ഞാൻ തന്നെ എൻ്റെ റെഗുലർ നമ്മുടെ ഹെന്നയും അതുപോലത്തെ പാറ്റേൺസ് ബ്രില്യൻറ്റ് വാടാമുല്ല കളർ തന്നെ എന്താ പറയുന്നത്, മജന്ത, അതുമാതിരിയുള്ളത് അവിടെ കുറച്ച് ഇങ്ങനെ ഹൈലൈറ്റ്സ് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയണമെന്ന് ഞാൻ അറിയില്ല. അത് തന്നെയാണ് സംഭവം. അത് ചെയ്യണം. അത് പോയില്ല എന്നുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ് ഓക്കെ. ഇത് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഈ മുടി മാനേജ് ചെയ്യുന്നത് വെച്ചാൽ എണ്ണ വെളിച്ചെണ്ണയില്ലേ, അത് ഞാൻ തേക്കും ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത്. അതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. കണ്ടീഷണറൊന്നും ഇടാണ്ട് സെറംസ് ഒന്നും ഇല്ലാണ്ട് അപ്ലൈ ചെയ്യും. അതായത് കെമിക്കൽ ഇടുമ്പോഴത്തേക്ക് അത് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ചെന്നിട്ട് വാഷ് ചെയ്യാൻ അവർ ചെയ്യുമില്ല എന്നല്ല,
ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കേ ഒരു നമ്മുടെ നാട്ടിൽ എണ്ണയും നിറച്ചും തേച്ച് വെച്ചിട്ട് പോകുന്ന ഒരു പാറ്റേൺ അല്ലല്ലോ ഇവിടുത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പം ഇനി കൂടുതൽ ഉണക്കുന്നില്ല. ഉണക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ എണിച്ച് നിൽക്കും എൻ്റെ മുടി, ബാലൻസ് ചെയ്യാൻ പറ്റില്ല ഒട്ടും. അപ്പോൾ ഒന്ന് ഒരു ബാൻഡ് എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ബോ കൂടി ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇവിടുന്ന് തിരിക്കുന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഇന്ന് കാണാം. ഇന്ന് എൻ്റെ മേക്ക് ഓവർ ഇന്ന് വൈകുന്നേരം ഈ ടുവേഴ്സ് ദ എൻഡിങ് ഓഫ് ദിസ് വീഡിയോ ഞാൻ പാറ്റേൺ മാറി കാണും. ഇതായിരിക്കില്ല ഇനി കാണിക്കാൻ പോകുന്നത്. മാസ്ക് എല്ലാം ഇട്ടിട്ട് ഇരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുവാണ് 10-40 മിനിറ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് വാഷ് ചെയ്യും. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കും. ഇതെല്ലാം കൂടി കെട്ടി മണ്ടയ്ക്ക് വെച്ചിരിക്കുവാണ്. നോക്കട്ടെ ഈ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ പരിപാടി വന്നു. മുടി ചുരുണ്ടത് നീണ്ടോ, നീണ്ടത് പിന്നെയും ചുരുണ്ട് കയറിയോ? ഈത്താണ്ട് ആയിട്ടുണ്ട്. ഇനിയുണ്ട് കുറേയൊക്കെ ചെയ്യാനായിട്ട്. ചൊതുക്കമുണ്ട് ഈ സൈഡിൽ. ശരി, എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഞാൻ രൂപം മാറി. അപ്പോൾ എൻ്റെ മേക്ക് ഓവർ ഇനി ഇങ്ങനെയാണ് അടുത്ത ഒരു വർഷത്തേക്ക്. ഇത് 6 മാസം ആകുമ്പോഴത്തേക്ക് റൂൾസൊക്കെ വരും. പിന്നെയും അന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ചെയ്ത കളർ ഞാൻ നേരത്തെ ചെയ്തിരുന്നില്ലേ, അപ്പോൾ അവരുടെ ഒരു ഇതും കൂടി വെച്ചപ്പോഴത്തേക്ക് ലൈക്ക് ഹൈലൈറ്റ്സ് മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. ഇട്ട അവരുടെ മാസ്ക് ഇട്ടല്ലേ. അപ്പം ഞാൻ ഇന്ന് ചെയ്തത് ബ്രസീലിൻ്റെ വാട്ട് ഈസ് ദാറ്റ് ഹെയർ ട്രീറ്റ്മെൻറ്റ്, പേര് മറന്നുവല്ലോ. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ അത് കറക്റ്റ് പേര് എന്താണെന്ന് വെച്ചാൽ. ഇത് പ്രോട്ടീൻ പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ആണ് ചെയ്തത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സാധാരണ സ്ട്രെയിറ്റനിങ് മാത്രമുള്ളതല്ല. ആദ്യം അവരുടെ ഒരു മാസ്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട്, ഞാൻ പറയുന്നതൊക്കെ തെറ്റുന്ന കേട്ടോ, ഡ്രൈ ആയതിനു ശേഷം അത് മാറ്റിയിട്ട് അവർ ഈ ലൈക്ക് സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് കുറേ ചെറിയ ചെറിയ ലെയേഴ്സായിട്ട് എടുത്തിട്ട് ഫ്ലാറ്റ് അയൺ അത് വെച്ചിട്ട് നല്ലോണം പിടിച്ചപ്പോഴത്തേക്കാണ് നല്ല ഇതായി സ്മൂത്ത് ലൈക്കാണ്. നമ്മുടെ കേൾസിൻ്റെ ലോക്സ് ഇത്രയും വിട്ടിട്ട് കറക്റ്റായി. എന്നിട്ട് അതിനുശേഷം ലൈക്കാണോ എന്തോ ഒരു സംഭവം ഇല്ലാത്ത ലൈക്കാണോ ഷാംപൂ കണ്ടീഷണറും കൂടി ഇട്ട് വന്നു. പിന്നെ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഹെയർ കട്ടും കൂടി ചെയ്തു തന്നു കേട്ടോ. ലൈക്കാണോ കറക്റ്റ് ഒരു യു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. ഇത് ലൈക്ക് സാധാരണ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് 2 ദിവസത്തേക്ക് കുളിക്കാൻ പാടില്ല, വെള്ളം നനയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കാൻ പാടില്ല, അങ്ങനെ കിടക്കാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ല. എന്ത് വേണമെന്ന് ചെയ്യാം. മേക്ക് ഷുവർ കോക്കനട്ട് ഓയിൽ റബ്ബ് ചെയ്തെന്ന് പറഞ്ഞു. കാരണം കുറച്ച് ദിവസത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നമ്മുടെ ശീലമല്ല വെളിച്ചെണ്ണ തേക്കുന്നത്, അപ്പോൾ അത് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇൻ കേസ് ഈ കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതൊക്കെയാണോ ഗ്രേ ഹെയറും പിന്നെ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്ന ആ ഒരു കളേഴ്സൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എ വീക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഇൻ ഷോർട്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇനി ഞാൻ അടുക്കളയിലോട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. ചീരയാണ് വാങ്ങിച്ചത്. സ്പിനാച്ചും താനും ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെന്താ, കഴിച്ചിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ വർക്കുണ്ട് എനിക്ക്. ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വന്നു. വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വന്നു. സ്പിനാച്ചും പരിപ്പും കൂടി ഉണ്ടാക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റൊട്ടീൻ റെഗുലർ സ്റ്റൈൽ.
വൈകിട്ട് 7:30 നേരം സന്ധ്യ ഇതായിട്ടില്ല, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ചോറ് വയ്ക്കുള്ളൂ, കഴിക്കണമല്ലോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ പറയണ്ടേ. എൻ്റെ മുടിയുടെ ഇത് കാണാമല്ലോ, മേക്ക് ഓവർ ലൈക്കണം, ഹെയർ സ്ട്രെയിറ്റ് ചെയ്തു. ഇത് ആക്ച്വലി ചെയ്തത് ബ്രസീൽ പ്രോട്ടീൻ പെർമനൻറ്റ് സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരത്തെ എന്താ പറയുക, ഇല്ലാണ്ടിരുന്ന ഫിസിയോ ഇല്ലാത്തൊരു മുടിയായിട്ടുണ്ട്, ചകിരി പോലെ ഉണ്ടായിരുന്നത്. അതിനൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിൽ തന്നെ കേൾസിൻ്റെ കറക്ഷനും കൂടി ചെയ്തിട്ട് അത് സ്ട്രെയിറ്റൻ ആക്കി ചെയ്തു, ആ ലോക്കൊക്കെ റിലീസ് ചെയ്തിട്ട്. അപ്പം എനിക്ക് ടോട്ടൽ 5 മണിക്കൂർ, 12 മണിക്ക് തുടങ്ങിയിട്ട് 5:30 അങ്ങോട്ടായപ്പോഴത്തേക്കാണ് തീർന്നത്. പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്ക് പച്ചക്കറി കടയിൽ ഗ്രോസറി വാങ്ങിക്കാൻ കൂടി കയറി അങ്ങനെ വീട് എത്തി ഫൈനലി. എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കളേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റിങ്. അതിപ്പോൾ ചെയ്തപ്പോഴത്തേക്ക് ഇത് ഹൈലൈറ്റ്സ് ഇട്ട മാതിരി ഇരിപ്പുണ്ട്. പക്ഷേ അത് ഇവരുടെ ഈ മാസ്കും കൂടി കയറിയപ്പോഴത്തേക്ക് കളറ് ഞാൻ ഇട്ട കളറല്ല കാണുന്നത്. ഒരുതരം എന്താ പറയുക, കാരമൽ കളറില്ലേ, ബ്രൗൺ കളർ മാതിരി, ഒരു ബ്രൗൺസ് മാതിരിയൊക്കെ വെട്ടത്തോട്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഇതാവും. അപ്പോൾ ഏതായാലും എനിക്ക് സെയിം ഡേ തന്നെ കുളിക്കോ അല്ലെങ്കിൽ എന്താ മുടി ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണമെന്ന് നേരത്തെ ലൈക്ക് പെർമനൻറ്റ് ജാപ്പനീസ് സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോഴത്തേക്ക് 3 ദിവസത്തേക്ക് അനങ്ങാൻ പാടില്ല, വെള്ളം നനയ്ക്കാൻ പാടില്ല, ഇങ്ങനത്തെ പല കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതിനങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. സെയിം ഡേ വേണമെങ്കിൽ കുളിക്കാം. ഞാൻ അവിടെ നിന്ന് ഓൾറെഡി ലൈക്ക് ഷാമ്പൂ ചെയ്തിട്ടാണ് വന്നത് രണ്ടാമത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ന് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നാളെ ഞാൻ കുളിക്കുകയാണെങ്കിൽ രാവിലെ ആസ് യൂഷ്വൽ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് അങ്ങ് പോകാം. അപ്പോൾ ഇതിനകത്ത് റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നോക്കുകയാണ്, എനിക്ക് ഈ കളറ് നാളെ വെട്ടത്ത് ഇരുന്ന് കാണുമ്പോൾ എനിക്ക് അത്ര പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, നാളെ അല്ല ലൈക്ക് നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ പതിനൊന്ന് ടൈം കിട്ടുമ്പോഴത്തേക്കും എനിക്കിവിടെ ഒരു ഷാമ്പൂ ഉണ്ട് ഡൈ ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ആ മാസ്കിനെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി ബ്രൗൺ ഷെയ്ഡ് എന്തെങ്കിലും കിട്ടത്തക്ക രീതിയിൽ ഒരു വാടാമുല്ല കളർ അവിടെ ഇങ്ങനെ ഹൈലൈറ്റ്സ് മാത്രമേ, ഈ ബ്രൗൺ ഇല്ലാതെ ആ ഭാഗത്തേക്ക്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇനി കുറച്ച് ചോറുണ്ടാക്കണം, കഴിക്കണം, കുറച്ച് ഇരുന്ന് TV കാണണം. TV കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് നമ്മളെ വർക്ക്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീട്ടിലെ വിശേഷങ്ങൾ. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് എൻ്റെ ഈ ഡെയിലി വ്ലോഗിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും അരി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം കഞ്ഞിയും കറിയും വയ്ക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ കഴിച്ചിട്ട് കിടന്നുറങ്ങാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെന്താ, വേറെ ഇനിയൊന്നുമില്ല ചെയ്യാനായിട്ട്, ഇതൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യങ്ങളും പോയിട്ട് വന്നതിൻ്റെ ആ ക്ഷീണമൊക്കെ തീർക്കാനായിട്ട് ഇച്ചിരി വെള്ളം കുടിക്കണം ഇനി. പിന്നെ അത് കഴിച്ചിട്ട് കുറേ കോൺഫിഡൻസ് പോകും കേട്ടോ ചില സമയത്ത്. ഞാൻ പറയാൻ വന്നത് അതും കൂടിയാണ്, എന്തിനാ എത്ര പെട്ടെന്ന് ചെയ്യുന്നതെന്നുള്ളത്. ലൈക്ക് ജൂണിൽ ഈ മാസം എനിക്ക് 2 ദിവസം അടുപ്പിച്ച് ഒരു ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ ലൈക്ക് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ വർക്ക് തീരുന്നവരെ. അതുമല്ല മീറ്റിങ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്, അത് ഇന്നലെ കണ്ടത്. വൈകുന്നേരം PC ലൈക്ക് നമ്മുടെ സ്കെഡ്യൂൾസ് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും നല്ല ചുന്നരികളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഓട്ടത്തിൽ ലുക്കും കാടത്തിൽ ലുക്കും ആയിട്ടൊക്കെ കയറിയിരുന്നല്ലോ, ശരിയാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് കുറയുന്നോ എന്നൊരു ഡൗട്ട്. നമുക്കെന്തിനാ അത്രയും കുറയ്ക്കേണ്ട ആവശ്യം? ബിൽഡപ്പ് കിട്ടിയല്ലേ. അപ്പം അതിനു വേണ്ടി ഞാനും ഒന്ന് റെഡിയാക്കി അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പറഞ്ഞേട്ടാ, ഒരു തരം മഞ്ഞ കളർ 2 ദിവസം കിടക്കട്ടെ. 3ൻ്റെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കറുപ്പടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിപ്പം പക്ക ഹൈലൈറ്റ്സ് ഇട്ട മാതിരിയായിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ കട്ട് ചെയ്ത് തന്നു കേട്ടോ ഒരു മുടി, ലൈക്ക് മറ്റേ ഇതിനനുസരിച്ചിട്ട്
സാധാരണ അങ്ങനെ ഒരു നമ്മൾ അഡീഷണൽ പേ ചെയ്യാണ്ട് കട്ട് ചെയ്ത് തരത്തില്ല. ഇത് എല്ലാത്തിനും കൂടി അവർ ആ നോക്കി അളവ് നോക്കി അത് എങ്ങനെ ലൈക്ക് ഒരെണ്ണം ലൈക്ക് സോ മച്ച് ഓഫ് ബേബി ഹെയർസ് ഇവിടെ ഇങ്ങനെ പൊടിയായിട്ട് എനിക്കങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ മുടിയുടെ ആ ഒരു ഇത് നോക്കിയിട്ട് അവർ കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തന്നു. എവിടെയെങ്കിലും വെച്ചിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ കാണിക്കേണ്ടത് കാണുന്നുണ്ടോ? അടുക്കളയിൽ നിന്ന് അതിൻ്റെ എല്ലാ പരിപാടികളും ഇവിടം വരെ ഉണ്ട് ഇപ്പം ലെങ്ത്ത്. ഞാൻ വിചാരിച്ചു ഷോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഇവിടം വരെ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നോക്കിയപ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല ലെങ്തി ഹെയർ. പണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലോണം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത്ര ലെങ്ത് ഇല്ലെങ്കിലും ഒരു പൊടിക്ക് ഇവിടം വരെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മതി ഇപ്രാവശ്യത്തേക്ക്. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ പെങ്ങും പോയി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ലൈക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തല്ലേ ഇങ്ങനെ എന്താ വിട്ടിരുന്നതും ഡെഡായിരുന്ന ഹെയറിനൊക്കെ പിടിച്ചിട്ട് ജീവൻ വെപ്പിച്ചു. നല്ല ലുക്കുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. അപ്പം എല്ലാവർക്കും ഞാനിവിടെ വെച്ച് ഗുഡ് ബൈ പറയുകയാണ്. നേരത്തെ പറഞ്ഞു ഗുഡ് ബൈ, ഒന്നും കൂടി ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ സ്റ്റേ ഹാപ്പി, ബൈ.